സൂക്ഷിച്ചു നോക്കണേ. ഓ ഇനി കുറച്ചും കിടന്ന് ഉറങ്ങാം. രക്ഷയായിട്ട് അവള് പോയി. മോളെ ഞാനാണ് മോളെ ചേട്ടനോടാണെങ്കിലേ എന്റെ മോളുടെ പേര് ഹെയ്തി എന്ന് പറഞ്ഞിട്ട് സോറി കേട്ടോ. ശരിക്കുള്ള പേര് ശിവാനി എന്നാ. എന്റെ ചേട്ടത്തിന്റെ മോളുടെ പേര് ഹെയ്തി. അത് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. ശിവാനി ആവത്തുണ്ട് മോളെ. ബാ കേറ്. മോളെ ശിവാനി. മോളെ ഇത് ആര് വന്നേക്ക് നോക്കിക്കേ. ആ കൺമണി മോളാ. എന്നാ നിങ്ങൾ രണ്ടുപേരും കളിക്കും. അമ്മയ്ക്ക് അടുക്കള കുറെ ജോലിയുണ്ട്. നമ്മൾ രണ്ടുപേരും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലേ. ആ ശരിയാ. ശിവാനി ചേച്ചിക്ക് 5 വയസ്സ്, എനിക്കാണെങ്കിൽ 4 വയസ്സ്. കൺമണി മോളെ നീ എന്താടി രാവിലെ കഴിച്ചേ? ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയും കഴിച്ചു. സൂപ്പർ ആയിരുന്നു. ശിവാനി ചേച്ചി എന്താ കഴിച്ചേ? ഞാൻ പിന്നെ പൂരിയും പിന്നെ ബീഫ് കറിയും കഴിച്ചു. ആഹാ കൊള്ളാലോ. അല്ല ശിവാനി ചേച്ചി, ചേച്ചിയുടെ അച്ഛൻ എപ്പോ വരും? എന്റെ അച്ഛൻ രാത്രി ഒരു 10-11 മണിക്ക് ആവും വരാൻ. അപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും. അപ്പൊ രാവിലെ അച്ഛൻ എപ്പോഴും ജോലിക്ക് പോന്നേ? രാവിലെ ഒരു 5 മണിക്ക് ആവുമ്പോ എഴുന്നേറ്റ് പോകും. ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടത് പോലും ഇല്ല. ഇതുവരെ വെച്ചാ അച്ഛൻ ഈ പുതിയ ജോലിക്ക് കയറിയ പിന്നെ വല്ലപ്പോഴും വേണം കാണുന്ന ഞായറാഴ്ച. അല്ല കൺമുണ്ണുമ്പോളെ നിന്റെ അച്ഛനാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുന്നത് പിന്നെ വരുന്ന സമയത്ര? അച്ഛൻ അങ്ങനെയില്ല. അച്ഛൻ ആഴ്ച ഒരിക്കലേ വരത്തുള്ളൂ. അച്ഛൻ ഓഫീസ് ജോലിയാ. അച്ഛൻ ഓഫീസിൽ തന്നെ റൂമുണ്ട്. അങ്ങനെ ആഴ്ച ഞായറാഴ്ച മാത്രം വരും അച്ഛൻ. പിന്നെ ഇടയ്ക്കെങ്ങാനും വല്ല ലീവ് കിട്ടും. അപ്പൊ ഇങ്ങോട്ട് വരും. നേരത്തെ വേറെ എഞ്ചിനീയറിംഗ് വർക്കായിരുന്നു. അത് എല്ലാ ദിവസവും വരുമായിരുന്നു വൈകിട്ട്. ഇപ്പൊ അച്ഛൻ ഓഫീസ് ജോലി കയറി. എന്റെ അച്ഛൻ ജോലി ഓഫീസിലാണെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. അച്ഛൻ ആവശ്യമുള്ള സമയത്ത് ലീവ് എടുക്കുക, ആവശ്യമുള്ള സമയത്ത് ജോലിക്ക് കയറുകയും ചെയ്യാം. അതാ അവിടുത്തെ ആ ഓഫീസിന്റെ പ്രത്യേകത. കൊള്ളാലോ. ശിവാനി ചേച്ചി നീ ആണെങ്കിലേ ഇവിടെ പോയിട്ടുണ്ട് ഗുരുവായൂര്? ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. അവിടേക്ക് നല്ല രസമല്ലേ? ആ ശരി, അമ്പലവും ആ സ്ഥലവും എല്ലാം നല്ല രസം. എന്തുവാ നിങ്ങൾ എല്ലാരും സംസാരിക്കുന്നേ? എന്നെ ഇവിടുന്ന് ഓടിക്കാനെന്നോ? അത് നടക്കില്ല. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പ്രേതത്തിന്റെ കളി തന്നെ. ഞാനാണ് പച്ചരാക്ഷസി പ്രേതം. നിങ്ങൾ എല്ലാരും എന്നെ കണ്ടു. ഇതാ പച്ചരാക്ഷസി പ്രേതം. ഇതെന്താടി പെണ്ണുമ്പിള്ള, എനിക്ക് കുടിക്കാൻ വേണ്ടിട്ട് കുപ്പിവെള്ളം കൊണ്ടുവന്നേക്കാണോ? എനിക്ക് വെള്ളം വേണ്ട.
ഈ കുപ്പിക്കകത്ത് വെള്ളത്തിന്റെ പകരം ചോര മതി എനിക്ക്. ഇപ്പൊ ശരിയാക്കി തരാം പ്രേതമേ. എടി മണ്ടി പെണ്ണുമ്പള്ളേ, ഒരു കുപ്പിയുള്ള ഈ പ്രേതത്തിന്റെ ദേഹത്തോട്ടെറിഞ്ഞാ എനിക്കെന്താ സംഭവിക്കാൻ പോകുന്നത്? നീ എന്താ വിചാരിച്ച ഈ കുപ്പിയുള്ള എന്റെ തലക്കെടുത്ത് തരുമ്പോ ഞാൻ ഭസ്മമായി പോകുന്നു? എന്നാ നീ വിചാരിച്ച് തെറ്റിപ്പോയി. എനിക്കൊരു കുഴപ്പമില്ല. എന്തിനാ എല്ലാരും നോക്കുന്നേ? എല്ലാവരും എന്റെ കൂർത്തിരിക്കുന്ന പല്ല് കണ്ടോ? ഇത് വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും രക്തം കുടിക്കാൻ പോവാ ഞാൻ. പക്ഷെ നിങ്ങളെ ഞാനൊന്നും ചെയ്യത്തില്ല. പകരം നിങ്ങളുടെ രക്തം മൊത്തം ഊറ്റി കുടിക്കും ഞാൻ. എനിക്ക് നിങ്ങളുടെ ചോര ആവശ്യമുണ്ട്. പെട്ടെന്ന് ഓരോരുത്തരോരുത്തട്ട് വാ. നീയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നിക്കടാ അവിടെ. അപ്പുറത്തെ വീട്ടുകാരാന്ന് തോന്നുന്നല്ലോ. കൺമണിമോൾ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയേക്കുവാ. കൺമണിമോൾ എന്തേലും ഒപ്പിച്ചാവോ ഇനി? അതാണല്ലേ അവര് വിളിക്കും. തുറന്നു നോക്കട്ടെ. ചേച്ചി, അയ്യോ, എന്ത് പറ്റി ദേവികേ? ചേച്ചി, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു പ്രേതം കയറി. പ്രേതം കയറുക നടന്നു ആരുപ്പതാ? അയ്യോ, സത്താണോ? ആ പ്രേതം ഞങ്ങളുടെ ചോറ് പിടിക്കാൻ വന്നു. ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ അടുക്കള വഴി കൂടെ ഇറങ്ങി ഓടി ഇങ്ങോട്ട് വന്ന്. അയ്യോ, ആർക്കൊന്നും പറ്റില്ലല്ലോ അല്ലേ? ആർക്കും കുഴപ്പമൊന്നുമില്ല. മോളെ കൺമണിമോള് നിൽക്കൊന്നും കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. ചേച്ചിക്കാണെങ്കിൽ പ്രേതത്തിന് ഓടിക്കുന്ന സ്വാമിമാരെ അറിയാമോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രേതത്തിന് ഓടിക്കുന്ന സ്വാമിമാരെ ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല. അയ്യോ, ഇനി എന്ത് ചെയ്യാമോ? അല്ല, ആ പ്രേതത്തിന്റെ പേര് വല്ലതും ഉണ്ടോ? ആ പ്രേതത്തിന്റെ പേരുണ്ട്. ആ പ്രേതം ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ പ്രേതത്തിന്റെ പേര്. പ്രേതത്തിന്റെ പേര് പച്ചരാക്ഷസി പ്രേതം. ആ പ്രേതത്തിന്റെ ദേഹം മൊത്തം കറുപ്പ്, തല മാത്രം പച്ച കളറ്, പിന്നെ കൂർത്ത് പല്ല്, പിന്നെ നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെയുള്ള കറുത്ത മുടി. ഓ, എന്റെ പൊന്നെ, കണ്ടാ തന്നെ എന്റെ പേടി വരും. എന്റെ പൊന്നെ, അത്രയ്ക്ക് പേടിപ്പെടുത്ത സാധനമാണോ അത്? ചേച്ചി, അത്രയ്ക്ക് പേടിപ്പെടുത്ത സാധനം അത്. അയ്യോ, കണ്ടാ തന്നെ വരച്ചങ്ങ് പോവും. അയ്യോ, ദേവിക്ക് നിനക്ക് ദാഹിക്കുന്നുണ്ടോ? ആ, ചെറുതായിട്ട് ദാഹിക്കുന്നുണ്ട് ചേച്ചി. ഓടി വന്നതല്ലേ അവിടുന്ന്. എന്നാലും വെള്ളം എടുത്തു തരാം. അല്ല, അപ്പൊ ദേവിക്ക് പ്രേതത്തിന് ആദ്യം കണ്ടതാരാ? ശിവാനിമോളാണ് ആദ്യം കണ്ടേ? ആ, ആണെന്ന് തോന്നുന്നു. അല്ല അമ്മ, ഞാനാ കണ്ടത്. അതെന്തായാലും ആട്ടെ. ചേച്ചി, എനിക്ക് വെള്ളം തരാമോ? ആ, ഇപ്പൊ തരാം ദേവികെ. അടുക്കളയിലോട്ടോ, ഇനി എടുത്തു തരാം. ഇവരെല്ലാരും ഇവിടെ എത്തി. ഇവിടെ കുറെ പേരുണ്ട്. ഇവരെല്ലാരും ചോര കുടിക്കായി.